ശീതളേട്ടാ, ഇതെന്ത് ഇതുവരെ ഒളിപ്പിച്ചില്ലേ? ഇത് എവിടെയെങ്കിലും കൊണ്ട് വെക്കണ്ടേത്? അരിക്കലത്തിൽ നീ ഇല്ലാത്ത സമയത്ത് ആ പെണ്ണൊന്നത് തുറക്കൂലേ? ഇത് എവിടെ കൊണ്ടുപോയി വെക്ക്? ഈ അമ്മയെങ്ങാനും പൊന്തിച്ച് അതിന്റെ ഡീല് വെച്ചാലോ? എന്താ നീ മടിക്കുത്തില് എത്ര ദിവസം? ഒരു ദിവസം വെച്ചാൽ മതിയോ? പിന്നെ ഇത് എവിടെയെങ്കിലും ഒളിപ്പിക്കണ്ടേ? ഒരു കാര്യം ചെയ്യ്, ഉത്തരത്തിന്റെ മുകളിൽ വെച്ചാലാ. ഉത്തരത്തിന്റെ മുകളിൽ വെക്കാം. ചോദിച്ചോണ്ട് വരുമ്പോ അങ്ങോട്ട് പോയി എവിടെയെങ്കിലും പോയി ഇതിപ്പോ ഓടുന്ന കാര്യം നീക്ക ഇത് നന്നെ ഇഞ്ഞു പോവാന്നുള്ളതാണ് ഇപ്പൊ എനിക്ക്. അല്ല ശീതളേട്ടാ, ഇതിപ്പോ അങ്ങോട്ട് വെച്ചാലേ നിങ്ങളില്ലാത്തപ്പോ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. നിനക്ക് ഇവിടെ കയറാൻ പറ്റുമോ? ആവശ്യം പറഞ്ഞാൽ ഈ മാറാല തോണ്ടി കളയണം, മാറാല തോണ്ടി കളയണം എന്നോട്. എന്ത് കാർഡ് വെച്ചില്ല, ഒന്നും നടക്കണ കാര്യമല്ല. ഒന്ന് പിടിച്ചടി. ഞാനങ്ങോട്ട് നീങ്ങാത്ത ഓർമ്മയുള്ളൂ. ദേ അമ്മേ, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ആ കാർഡ് ഇങ്ങോട്ട് ഉണ്ടാ. നീ ജോലിക്ക് വെക്കോ, കാർഡ് തരില്ല കുട്ടി. എന്റെ മോളെ, ഇതാ ഈ കാർഡ്, ഈ മഞ്ഞ കാർഡ് കൊടുത്താൽ നമുക്ക് പ്രതിമാസം 28 കിലോ അരി കിട്ടും, 7 കിലോ ഗോതമ്പ് കിട്ടും. ഇതെങ്ങാനും മാറ്റിട്ട് നീ ആ വെള്ള കാർഡ് ആക്കി നോക്കിയേ, 3 കിലോ അരിയാണ് കിട്ടുക. അതിന് നമ്മള് 20 എത്ര രൂപ? 8 രൂപ 90 പൈസ അങ്ങോട്ട് കൊടുക്കും വേണം. നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടോ? എന്റെ പൊന്നച്ച, ഈ അരിയുടെ കണക്കും പറഞ്ഞോണ്ട് നിന്നാ എനിക്ക് ശമ്പളം കിട്ടൂലെന്ന്. നീ ഇങ്ങനെ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല. ഇത്രയും നാളായല്ലോ. അമ്മേ, ഈ പൈസ കൊണ്ട് ഒരു അരി മേടിക്കും, അല്ലെങ്കിൽ ഇത്തിരി പച്ചക്കറി മേടിക്കും. ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ മോള്? ഇതാ ഇവിടുത്തെ കുഴപ്പം. ഇവിടെ എന്ത് ചെയ്താലേ വെള്ളത്തിൽ വരയ്ക്കണ വര പോലെ ഒന്നും കാണൂല. നീ എന്ത് ചെയ്തെന്നീ പറയണേ? ഒരു പണിക്കും പോകാത്ത അമ്മയുടെ മോനെ ഞാൻ പൊന്നുപോലെ നോക്കണില്ലേ? അത് തന്നെ പോരെ. അങ്ങനെ നിനക്ക് എന്ന് ജോലി കിട്ടിയോ അന്ന് അവന്റെ പണി മുടങ്ങി. ആ പണിക്ക് പോകാത്ത ആരുടെ കുറ്റം കൊണ്ടാ? അച്ഛൻ പറഞ്ഞു വിടണം അങ്ങോട്ട്. നീ ഇതാലോചിച്ചിട്ടടി, അല്ലാതെ എങ്ങനെയാ? പെണ്ണുങ്ങൾ നന്നാവണം, ആണുങ്ങൾ പുറത്തു പോയി പണിയെടുക്കണമെങ്കിൽ. എന്റെ അച്ഛനെ പറഞ്ഞാ മതി. ഒന്നും ആലോചിക്കാതെ ഈ നരകത്തിലേക്ക് എന്നെ പറഞ്ഞു വിട്ടില്ലേ? എന്താടി വീടിനൊരു കുഴപ്പം? എന്ത് കുറവുണ്ട് നിനക്കൊക്കെ? ഇപ്പഴും നിന്റെ കൊച്ചു കിടന്ന് കരയുമ്പോഴത്തേന് ഈ മനുഷ്യന് ഓടണം പാലിനും പഴത്തിനും. കൊടുത്തത് വിളിച്ചു പറയല്ലേ ശ്യാമളെ, പോലെ. എന്റെ ഗതികേട് എന്റെ മോക്ക് ഉണ്ടാവരുതെന്ന് ഓർത്തിട്ടാ അവക്ക് വേണ്ടി എല്ലാ പൈസയും ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കണം. അങ്ങനെ കൊറേ മാറ്റി വെച്ചോനാ ഞാനും. ദേ അമ്മേ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ആ കാർഡ് ഇങ്ങോട്ട് വന്നേ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇത് തരില്ലാന്ന്, പിന്നെ ഇത് ചോദിച്ചിട്ട് നിക്കണ എന്തിനാ? എനിക്ക് എന്റെ ശമ്പളം മേടിക്കണോന്ന്. വേണ്ട, മേടിക്കണ്ട. അച്ഛൻ തരാൻ പറയാ. അച്ഛൻ പറയേ. കൊടുക്കില്ല. ശീതളേട്ടൻ എന്നെ നോക്കണ്ട, ഞാൻ കൊടുക്കില്ല. ആകെയുള്ള അത്താണിയത്. രണ്ടുപേരും ഇവിടെ നിന്നോ, എനിക്കറിയാം എന്താ വേണ്ടെന്ന്. ശീതളേട്ടൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കി. അങ്ങോട്ട് കൊടുക്കടി. എന്തിനാ അതും കെട്ടിപ്പിടിച്ചോണ്ട് നടക്കണത്? നശിക്കണമെങ്കിൽ അങ്ങനെ നശിക്കട്ടെ. ആകെ കൂടി 4 മണി അരി മേടിക്കാനുള്ള ഒരു സഹായ, അതും പോട്ടെ. സൂപ്പറായി. നീ എന്താണ് അവിടെ കിടന്ന് ഒച്ചെടുക്കണ? പോകാറായില്ലേ? നിങ്ങളിവിടെ പ്ലെയിനും പറപ്പിച്ചോണ്ടിരുന്നോ? എന്താടി മണ്ടു? അല്ല, ശമ്പളം മേടിക്കണോ? പിന്നെ ശമ്പളം മേടിക്കാതെ കുടുംബത്തെ കാര്യങ്ങൾ നടക്കോ? ആ ശമ്പളം മേടിക്കണമെങ്കിൽ ആ കാർഡ് വേണം, ഇങ്ങോട്ട് തരാൻ പറയും. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛനെ കണ്ട് അരിക്കണക്കൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരിപ്പുണ്ട്. ആ അച്ഛൻ പറയണേലും കാര്യമുണ്ട്. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലല്ലേ ഇവിടെ? ആ കാർഡെങ്കിലും ഒന്ന് ചോദിച്ചു മേടിക്കാൻ പാടില്ലേ? വെറുതെ തോന്നിയാസം പറയല്ലേ. നീ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ കുടുംബത്തെ പണിയൊക്കെ നീയാ ചെയ്യണ, ഞാനല്ലേ ചെയ്യണ? നിങ്ങൾ ഇവിടെ എന്ത് പണിയാ ചെയ്യണം? ഒരു പണി പറയാമോ? ഒരു പണി. കുഞ്ഞിനെ നോക്കണണ്ട? കുഞ്ഞിനെ നിങ്ങള് എന്തേ? ആ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ തള്ളയുള്ളതുകൊണ്ട് കൊള്ളാം. തള്ള ചെയ്യണ ഞാൻ കണ്ടുപഠിക്കാണ്. തള്ള ചാകുമ്പോ പിന്നെ കുഞ്ഞിനെ നീ നോക്കാൻ ജോലിയൊന്നും കളയൂലല്ല. ഇങ്ങനെ ഒരു മനുഷ്യനായി പോയല്ല. അത് ശരി, നിന്റെ കാര്യത്തിനൊക്കെ നല്ല തിരക്കാണ്. ഞാനൊരു ടച്ച് ഫോൺ മേടിച്ചു തരാൻ പറഞ്ഞിട്ട് നീ ഇതുവരെ മേടിച്ചെന്നാ? എനിക്ക് മേടിച്ചെന്നാ? ഇവിടെ ഇരിക്കണം. നിങ്ങൾക്ക് എന്തിനാണ് ടച്ച് ഫോൺ? എന്തിനാണ് ടച്ച് ഫോൺ എന്നാ? നീ അങ്ങാട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഇരുന്ന് ബോറടിച്ച് ജാഗയാണ്. എത്ര കാലം ഒന്നോർത്ത് പ്ലെയിൻ ഉണ്ടാക്കി കളിക്കും മനുഷ്യൻ. ഞാനൊരു ചെറുപ്പക്കാരനല്ലേ? എടി മണ്ടു, എനിക്ക് വെയിൽ കൊണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കുന്നു. ഞാൻ പിന്നെ ഇവിടെ കിടന്ന് ഉരുളും കിടന്ന്. വൈകുന്നേരം ഞാൻ വരുമ്പോഴത്തേക്ക് ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. മേടിച്ചു വെക്കാടി. ഞാൻ അച്ഛനോട് ചോദിക്കാം, നീ ഒന്ന് പോ. ഞാൻ പോവാണ്. വൈകുന്നേരം വരുമ്പോ അറിയുന്നു. അതെ, ഇതാ പ്ലെയിൻ ഒന്ന് എടുത്ത് തന്നിട്ട് പോയത്.
അതെ, കൃഷി ഓഫീസാണ്. എടോ, തന്നോട് ഞാൻ തേങ്ങാ പിണ്ണാക്കെന്നാ പറഞ്ഞത് അതോ വേപ്പും പിണ്ണാക്കെന്നാ പറഞ്ഞത്? നിക്ക്, ഞാൻ പറഞ്ഞത് താങ്കേക്ക്. എടാ, ഞാനാണോ കൃഷി ഓഫീസർ അതോ താനാണോ? ഞാൻ ചോദിക്കുന്നിടത്ത് സമാധാനം പറ. ഇവിടെ കൃഷി ഓഫീസർ ഞാനാണോ അതോ താനാണോ? എന്താണോ താൻ എന്നെ കണ്ടിട്ടില്ലേ? അല്ല സാറേ, സാറല്ലേ കൃഷി ഓഫീസർ, അതിന് സംശയമില്ലേ? സാറിന് സംശയമില്ല? തനിക്കിവിടെ വേറെ ജോലിയൊന്നുമില്ലടോ? ജോലി ഉണ്ടോ ഇല്ലയോ? ഉണ്ട് സാറേ. എന്നാ പിന്നെ ചെയ്യേ. എന്താണ്? ഈ ആധാരം ഒന്ന് പോക്കുവരവ് ചെയ്തായിരുന്നു സാറേ. പോക്കുവരവ് ചെയ്യുന്നത് ഇവിടെയല്ല, അത് വില്ലേജിലാണ്. വില്ലേജ് ഈ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. നിങ്ങൾ പോക്കുവരവിന് വേണമെങ്കിൽ അങ്ങോട്ട് ചെല്ലൂ. ഇത് കൃഷി ഓഫീസാണ്. അല്ല സാറേ, അപ്പൊ ഇവിടെയാണ് ഈ തെങ്ങിൻ തൈയൊക്കെ കൊടുക്കണല്ലേ? ഇവിടെ തെങ്ങിൻ തയ്യാ കൊടുക്കും. എന്നാ ഇതൊന്ന് വെട്ടിമാറ്റിയിട്ട് തെങ്ങിൻ തൈ ഒന്ന് എഴുതിയാ പോരെ? ഈ പോക്കുവരവ് വെട്ടി മാറ്റിട്ട് അവിടെ തെങ്ങിൻ തൈ എഴുതിയാൽ മതി. നിങ്ങൾക്ക് പോക്കുവരവാണോ വേണ്ടത്, തെങ്ങിൻ തൈയാണോ വേണ്ടത്? രണ്ടും വേണം. രണ്ടും വേണം. തെങ്ങിൻ തൈ വേണമെങ്കിൽ ആദ്യം ഇവിടെ അപേക്ഷ തരണം. ഈ അപേക്ഷയുടെ കൂടെ നിങ്ങൾ കരമടച്ചതിന്റെ റെസിപ്റ്റ് വെക്കണം. കരമടച്ച റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ പോക്കുവരവ് ചെയ്യണം. അപ്പൊ ഇപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? എന്താ പറഞ്ഞ? ഇപ്പൊ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന്? പോക്കുവരവ്. ഇതൊന്ന് എടുത്തോണ്ട് പോവോ നിങ്ങള്? ഇത് എടുത്തോണ്ട് പോവാൻ. എന്റെ ദൈവമേ, ഞാനിപ്പോ പ്രാന്ത് പിടിച്ച് ചാവും. സാറിന്റെ പേരെന്താ? എന്റെ പേര് സത്യശീലൻ. എന്താണോ? ഒന്നുമില്ല. ഇയാളോട് ഞാൻ ശമ്പള ബില്ല് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് എന്തായി? പറഞ്ഞിനി. അത് എഴുതിയോ? എഴുതിനി സാറേ. എഴുതിയാ പിന്നെ അത് അവിടെ വെച്ചിട്ട് എന്താ കാര്യം? എന്റെ അടുത്ത് കൊണ്ടുവരണ്ടേ? അത് ഒപ്പിടണ്ടേ? ഇതൊക്കെ എടുത്തിട്ട് പോണോ? ഇതിലെവിടെയോ ബില്ല്? ഇതല്ല സാറേ, മാറിപ്പോയത്. ഒപ്പിടില്ല. മണ്ടുവിന്റെ എഴുതാൻ പറ്റില്ല. എന്തോന്ന്? മണ്ടുവിന്റെ എഴുതാൻ പറ്റില്ല. മണ്ടുവിന് എഴുതാൻ പറ്റില്ല. മണ്ടുവിന്റെ ഒരു കാർഡിന്റെ പ്രശ്നമുണ്ട്. മണ്ടുവിന് എന്താ കാർഡില്ലേ? അല്ലല്ല, മറ്റേ സാറ് റേഷൻ കാർഡിന്റെ കളറിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. കളറ് എന്ത് കളറ്? പച്ച കളറ്. പച്ച കളറോ? പച്ച കളറിലുള്ള റേഷൻ കാർഡ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് സാർ. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. മഞ്ഞ കാർഡ് സാറേ, മഞ്ഞ കളർ. മഞ്ഞ കളറ്? മഞ്ഞ കളറിന്റെ പൈസ കൂടി ഒന്ന് പറഞ്ഞു സാറേ. മഞ്ഞക്കാട് വെള്ളയാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ മഞ്ഞക്കാർഡായിരുന്നു, അത് മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയോ ഇല്ലയോ? കിട്ടും. കിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയോ? കിട്ടും. കിട്ടിയോ ഇല്ലയോ? കിട്ടിയോ ഇല്ലയോ? അപ്പൊ അത് കിട്ടിയിട്ട് എഴുതിയാ മതി. സാറേ, ഇതാവുമ്പോഴേക്ക് കിട്ടും സാറേ. സർക്കാരിന് ചോദ്യം വരുമ്പോ മറുപടി പറയണത് ഞാനാണ്, നിങ്ങൾ രണ്ടുപേരും അല്ല. എനിക്ക് ശമ്പളം വേണം. മിണ്ടണ്ട, അവ പരിപാടിയില്ല. സാറേ സാറേ എന്റെ ശമ്പളം എഴുതണ്ട. ആന്തേ ഒന്നുമില്ല, എഴുതണ്ട. അതന്നെ സാറിന് കാർഡിന്റെ പ്രശ്നം. എന്നെ ചോദ്യം ചെയ്യാൻ പറഞ്ഞോ? അല്ല, മഞ്ഞ കാർഡ് വെച്ച് എന്നെ ചോദ്യം ചെയ്യാൻ പറഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ? സാറ് വെള്ളക്കാടാക്കാൻ കൊടുത്തോ? സാറിന് വെള്ളക്കാട് ഇല്ലേ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. ഞാനൊരു ഗസറ്റർ ഓഫീസറാണ്. ഗസറ്റർ ഓഫീസർ ശമ്പളം വാങ്ങുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയാമോ? കൈകൊണ്ട് പണിക്കും സാർ. കൈകൊണ്ട്? അതെ, നിങ്ങളൊന്നും ശമ്പളം വാങ്ങിക്കുന്നത് പോലെയല്ല ഒരു ഗസറ്റർ ഓഫീസർ ശമ്പളം വാങ്ങിക്കുന്നത് കേട്ടോ. വെറുതെ എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. കൃഷി ഓഫീസർ ആരാണ്? ഞാനാണോ നിങ്ങളാണോ? സാറന്നെ സാറേ. അത് കാരണം സംശയമുണ്ടോ? ഇല്ല ഉണ്ടോ? ഇല്ല സാറേ. സാറേ ചെറിയ സംശയമുണ്ട് സാറേ. സാറിന് അപ്പൊ ഈ മാസം ശമ്പളം വേണ്ടേ?
എന്റെ ശമ്പളത്തിന്റെ കാര്യം താ നോക്കണ്ട കേട്ടോ. എടുത്തിട്ട് പോണോ. ഈ മണ്ടോതിരി എന്ന് പറയുന്നത് മരുമോളാ. കൃഷി ഓഫീസിലാണ് ജോലി. അതെ. ഇവര് ഈ കാർഡ് വെളുപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ അപേക്ഷ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് സാറേ. അത് ശരി. അപ്പൊ ഈ മഞ്ഞ കാർഡ് തന്നെ നിക്കണം, അത് വെള്ള കാർഡ് ആക്കരുത് എന്ന് പറയാനാണ് ഇപ്പൊ നിങ്ങൾ വന്നത് അല്ലേ? അല്ല, വേറെ എന്തെങ്കിലും ഇതിനൊരു പ്രതിവിധി ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇപ്പൊ ഈ പുറത്തെ വിലയ്ക്കൊന്ന് അരി മേടിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥിതി ഞങ്ങൾക്കില്ല. സാറേ, അവൾക്ക് ശമ്പളവും കിട്ടണം, ഞങ്ങൾക്ക് സൗജന്യ അരിയും കിട്ടണം. അങ്ങനെ വല്ല മാർഗം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ മരുമോളോട് ഈ ജോലി അങ്ങ് രാജിവെക്കാൻ പറയണം. അപ്പൊ എന്നിട്ട് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി ജോലിക്ക് പോകണം. അവിടുന്ന് ശമ്പളം കിട്ടും, ഇവർക്ക് അരിയും മേടിക്കാം. സർക്കാർ ജോലിക്ക് ആരെങ്കിലും കളഞ്ഞിട്ട് പ്രൈവറ്റ് ജോലിക്ക് പോകും. പിന്നെ കശത്തിരിക്കുന്നത് പോവുകയും ചെയ്തത് ഉത്തരത്തിരിക്കുന്നത് എടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അവിടെ പോയിട്ട് നോക്കിയേ, ഏതെങ്കിലും ഒന്ന് കളഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും കേട്ടോ. അതെ, ഒരു വഴിയുള്ളൂ. തൽക്കാലം മരുവളോട് മകനും കൂട്ടിയിട്ട് ഒരു വാടക വീട്ടിലേക്ക് താമസിക്കാൻ പറയാം. എന്നിട്ട് ഈ റേഷൻ കാർഡിൽ നിന്ന് അവരുടെ പേരങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ഞ കാർഡും ആവും, അവർക്ക് വെള്ള കാർഡും ഉണ്ടാക്കാം. അതൊക്കെ ഞങ്ങള് കൊറേ പറഞ്ഞു നോക്കിയതാ. പക്ഷെ അവള് ഈ ഒരു ശമ്പളം കൊണ്ട് വാടകയും കൊടുത്ത് ജീവിക്കാനൊന്നും പറ്റില്ല എന്നാണ് പറയണത്. അവള് പോവില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ ഒരു 10-30,000 റുപ്യ വരുമാനം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാൾക്ക് റേഷൻ അരി മേടിച്ച് തിന്നേണ്ട ആവശ്യമില്ലല്ലോ. വേറെ പുറത്തുനിന്ന് നല്ല വിലയുള്ള അരി മേടിച്ച് തിന്നാം. പിന്നെ എങ്ങനെ അവർക്ക് ഈ മഞ്ഞക്കാർഡൊക്കെ കൊടുക്കുക? സാറേ, എന്റെ കയ്യില് കാശ് വേണം ഞങ്ങളുടെ വീട്ടിൽ അരി മേടിക്കണേ. സാറിന് അതിന്റെ കാര്യങ്ങൾ അറിയാനിട്ടാ. അല്ല, ഇത് എന്താ പറയുക, ഇത് സർക്കാരിന്റെ നിയമമാണ്. പലരും അർഹത ഉള്ളവര് അരി കിട്ടണില്ല, അർഹത ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു നിയമം വന്നുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ഇനി ഈ BPL കാർഡ് കിട്ടില്ല. അവർക്കൊക്കെ വെള്ള കാർഡ് തന്നെ വേണം. അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ ഒന്നാമത് നിങ്ങൾ ചെയ്തത് ശരിയല്ലല്ലോ. ഈ റേഷൻ കാർഡ് പുതുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ അപേക്ഷയിലെ മരുമകൾ സർക്കാർ ജോലിക്കാരിയാണെന്ന് എഴുതാഞ്ഞ്? അങ്ങനെ എഴുതിയെങ്കിൽ ഈ മഞ്ഞ കാർഡ് കിട്ടില്ല, നിങ്ങൾക്കിപ്പോ വെള്ള കാർഡായിരിക്കും. സാറേ, അതിന് ഈ അപേക്ഷ എടുക്കുന്ന സമയത്ത് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു വഴിയില്ല. അപ്പൊ നീ ഇങ്ങനെ കണ്ണ് നിറയ്ക്കാണ്ട് പട്ടിണി അടക്കാനുള്ള ധൈര്യം ഉണ്ടാക്കാൻ നോക്ക്. ഞാൻ എവിടെ ഇരുന്നൊരു കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ അതൊരു മാർഗമുള്ളൂ. എന്താ ഓരോ നിയമങ്ങൾ ആലോചിച്ചൊക്കെയാണ്. എത്ര അപേക്ഷകളെ വന്ന് കിടക്കണം. നീ അതൊക്കെ എടുത്തിട്ടൊന്ന് റെഡിയാക്കാൻ നോക്കും മന്മത. പലരുടെയും ശമ്പളം മുടങ്ങി കിടക്കുകയാണ്. വേഗം കാർഡ് പഠിപ്പിക്കാനുള്ള വഴി നോക്ക്. കയറി ഇറങ്ങട്ടെ സാറേ, എല്ലാം കുറെ കയറി ഇറങ്ങട്ടെ. എനിക്കെന്തായാലും ടെൻഷൻ ഇല്ല. കാരണം എന്റെ വീട്ടിൽ നിന്നേ പേര് വിട്ടു, റേഷൻ കാർഡിലും ഇല്ല പേര്. കേരളം ചെലവഴിച്ചത് 7 ശതമാനം മാത്രം. 200 നോട്ട് ഇറങ്ങിയോ? ഇതൊക്കെ എന്താ ഇങ്ങനത്തെ ഒരു കളറില്? 500, 200, 2000 ഒക്കെ പഴയ KSRTC ടിക്കറ്റ് ഓർമ്മ വരുന്നു. വെള്ളം നഞ്ഞ കളറൊന്നും പോകൂലേക്കും. ഓരോ പരിഷ്കാരങ്ങളാണ്. എന്താ ഒന്നും പറയണ്ട. തിരക്കന്നെ. എന്താ കൃഷി വകുപ്പിലെ നിങ്ങളെ പുതിയ വിശേഷങ്ങള്? അതൊക്കെ എന്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നു. എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത്? അത് എനിക്കൊരു കുറച്ച് പൈസ വേണം. ഒരു 25,000 രൂപ കിട്ടിയാൽ കൊള്ളാം. അത് ശമ്പളം കിട്ടിയില്ല ഇപ്രാവശ്യം. ശമ്പളം കിട്ടിയില്ലെന്നേ. അതെ, ഈ ഏജസ് ഓഫീസിന്ന് പേ സ്ലിപ്പ് വന്നിട്ടില്ല. അപ്പൊ ടൈറ്റായി. അപ്പൊ ടൈറ്റായി. അപ്പൊ വേറെ ആരോടെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നാണക്കേട്. അപ്പൊ നേരെ നമ്മളടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അതെ അതെ. കായ് നമ്മള് വരൂ. അത് ഒറ്റ മാസത്തെ അവധിക്ക് മതി. അല്ല, ഈ കാർഡ് നമ്മളെ റേഷൻ കാർഡ് ഇത് BPL അല്ലേ? നമ്മള് BPL ആണല്ലോ. അതെങ്ങനെ നിങ്ങൾ BPL ആവും? നമ്മളെ വരുമാനം ഞമ്മക്കും പഠിച്ചോനും മാത്രമേ അറിയുള്ളേ. എന്നുവെച്ചാല് ഇപ്പൊ ഞമ്മക്ക് ഭൂമിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഭൂമി നമ്മളെ പേരിലല്ല. അത് ശരി. കൊറേ കാട് ഇവിടെ മുറ്റത്ത് കാണാനില്ലേ? ഇതൊന്നും നമ്മളെ പേരിലല്ലോ, ഒക്കെ ടാക്സി ആയിട്ട് ഓടുന്നുണ്ട്. അത് ശരി. അപ്പൊ ഞമ്മള് ഇതിന്റെ താഴല്ലേ, BPL അല്ലേ? അല്ല, ഈ കാർഡിൽ ഇപ്പൊ ഞമ്മക്ക് എന്തൊക്കെയാ കിട്ടുക? ഈ കാർഡില് 4 കിലോ അരി കിട്ടും, പിന്നെ 1 കിലോ ഗോതമ്പ് കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഇനി ഇതിനൊക്കെ താഴെ വേറൊരു കാർഡുണ്ട്, മഞ്ഞക്കാടോ? അതിനാണ് ആനുകൂല്യങ്ങൾ മുഴുവൻ കിട്ടുക. അതിലെന്തൊക്കെ ഉണ്ടാവും? അതിൽ 28 കിലോ അരിയും കിട്ടും, പിന്നെ 7 കിലോ ഗോതമ്പും ഫ്രീ കിട്ടും. ശരിക്കൂ? പിന്നെ പടച്ച റബ്ബേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോപ്പ് മാറ്റിയിട്ട് മഞ്ഞാക്കാൻ പറ്റുമോ? പിന്നെന്താ?
ഉറപ്പായിട്ടും പറ്റുമല്ലോ. അല്ല 28 കിലോ അരി കിട്ടുന്നുണ്ടോ? പുളിക്കോ? അതല്ല, നിങ്ങളെ പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ. പാവപ്പെട്ട ആളുകൾക്ക്, ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് വേണം കിട്ടാൻ. എന്താ വെച്ചാല് നിങ്ങളുടെ പേരിൽ ഒരു തുണ്ട് ഭൂമിയില്ല, ഉണ്ടോ? ഇല്ല. കാറ്, വീട്, ഇതൊന്നും നിങ്ങളുടെ പേരിലില്ല. പിന്നെന്താ, പിന്നെ നിങ്ങൾ ദരിദ്രനല്ലേ? അപ്പൊ എന്തായാലും ഇത് മാറ്റി കഴിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മഞ്ഞക്കാരന് കിട്ടും. അപ്പൊ നമ്മൾ എന്തായാലും ചോപ്പന്മാരായിട്ട് മഞ്ഞാക്കും. ഏതായാലും വന്ന നന്നായി, നല്ല ഇൻഫർമേഷൻ അങ്ങനെ തന്നെ. വെള്ളിയാഴ്ച ആണല്ലോ, ഞാൻ പോയി കൈ എടുത്തിട്ട് വരാം. ആയിക്കോട്ടെ. റബ്ബേ, ഓ BPL കാർഡ് മാറ്റിയിട്ട് മഞ്ഞക്കാണാക്കാൻ പോണം. ഇതുപോലൊക്കെ ഉള്ള ജന്തുക്കളെ വെടിവെച്ച് കൊല്ലുക വേണ്ടത്. ആകെ ഒരു ലക്ഷണം കെട്ടി കിടക്കണ പോലെ തോന്നുന്നില്ല മോനെ. ആൾക്കാര് പറയണ പോലെ ഇവിടെ ഇനി വല്ല ഭൂതവും പ്രേതം ഉണ്ടോ മോനെ? ഒന്ന് പോമയായിരുന്നു, ഇവിടെ പ്രേതം ഇരിക്കല്ലേ അമ്മയെ പിടിക്കാൻ വേണ്ടിട്ട്. അമ്മയ്ക്ക് ആയിരുന്നല്ലോ തറവാട് പോലത്തെ വീട് വേണം. അമ്മനെ സെലക്ട് ചെയ്തല്ലേ, മേടിക്കണേന് മുമ്പ് ആലോചിച്ചില്ലല്ലോ. അല്ല, അന്നിങ്ങനെ നമുക്കറിയില്ലല്ലോ ഈ ഭൂതത്തിന്റെ പ്രേതത്തിന്റെ ഒന്നും കാര്യം. ഇപ്പൊ അറിഞ്ഞപ്പോഴല്ലേ അമ്മയ്ക്ക് പേടി. അമ്മ ഏത് പ്രേതം വരാനാണ്, ഞാൻ അല്ലേ കൂടുതല്. അമ്മയ്ക്ക് പേടിണ്ടാ? എന്താ എന്തൊരച്ച? എന്താ അച്ഛ? വന്നേ, അമ്മ പോയി നോക്കിട്ട് വാ. മോനും വാ. ഞാൻ വന്നില്ല, അമ്മ പൊക്കോ. ചെല്ലേ. അവിടെ ഒന്നുമില്ല. മനോട്ടാ, ഇവിടെ നിധി ഉണ്ട് എന്നില്ല കാര്യം ഉറപ്പന്നെയാ. എന്റെ ഉണ്ണി ഉറപ്പുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ പണിക്കിറങ്ങിയ. അല്ല ചുമ്മാ അടക്കണ പറമ്പ് ഇത് കുഴിക്കാൻ എന്താ പ്രാന്ത എനിക്ക്? ഇനിയിപ്പോ അഥവാ അവിടെ 1-2 കുഴി ആയിപ്പോയെന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അതിനനുസരിച്ച് വാഴ കൊണ്ട് വെച്ച് ഇതെല്ലാം കൊലച്ച് വരികയല്ലേ. ആ കൊല വിട്ടാലും നമുക്കല്ലേ കാശ് എടുക്കാൻ പറ്റും. അപ്പുറത്തുനിന്ന് വെച്ചേക്കണേ. വന്നേ മോൻ. ഞാൻ പറയട്ടെ, നമുക്ക് പോയിട്ട് പിന്നെ വരാം. അയ്യോ, ഇത്ര നേരം ആകാശം നിന്റെ തലയിലാർന്നല്ല. അപ്പൊ അവിടെ പോയി ധൈര്യമൊക്കെ പോങ്ങോട്ട്. അതല്ലമ്മ, നമുക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരാം. അമ്മ ഇല്ലേ, നീ വാ. എനിക്ക് പേടിയാണെന്ന്. ഇനി പെണ്ണേ, ഇവിടെ വാ. കിട്ടിയെങ്കിൽ പകുതി പോയി. എന്ത് ഇത്? ഇതേ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 10 രൂപ കോയിന്. ഇത് പോക്കറ്റ് നേരത്തെ എപ്പോഴെങ്ങാണ്ട് ഇതിൽ വീണ്. അത് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന് ഇതിന്ന് പതി വേണം. നല്ല മനസ്സോടെ ഒരു ജോലി എന്നാലേ ഇത് കിട്ടും. അങ്ങനെ നോക്കൂലി വാങ്ങിച്ചു സൂക്ഷിക്കണ്ട. ഉണ്ണേ, എന്താണ് ഉണ്ണി കാണിക്കണ? എന്താ ഞാനിവിടെ കുഴിച്ചോണ്ടിരിക്കണ, നീ അതെല്ലാം മൂടിക്കൊണ്ടിരിക്കണ. അതെ, എന്താ ഇവിടെ? ഏത് ഇതെന്തീ കാണണേ? നിങ്ങളാരാ? ഞങ്ങൾ ഈ വീട് മേടിച്ച പുതിയ ആൾക്കാര്. വീട് മേടിച്ച ആൾക്കാര്. നിങ്ങളെന്താ ഇവിടെ? നിങ്ങളാ മേടിച്ചോ? അതിപ്പോ മേടിച്ചു. അതെപ്പോഴെങ്കിലും മേടിച്ചു. നിങ്ങൾ ഇവിടെ എന്താ കാണിക്കണേ? ഞങ്ങളിവിടെ കുഴിയെടുക്കുന്നു. വാഴ വെക്കാൻ. ഞങ്ങളുടെ സ്ഥലത്ത് എന്തിനാ നിങ്ങൾ വാഴ വെക്കണേ? ചേച്ചി വേറെ ഒന്നും തോന്നില്ല, ഞങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളവര് തന്നെയാണ്. അല്ല നിങ്ങളെ ഇതിന്റെ പൈസ മുഴുവനും കൊടുത്തോ? എന്തിന്? അല്ല ഇടപാട് കഴിഞ്ഞോന്ന് കഴിഞ്ഞോ? നിങ്ങൾ ഈ വീടും പറമ്പും മേടിക്കുമ്പം പരിസര പ്രദേശത്ത് നിന്ന് ആരോട് ചോദിച്ചിട്ടേ?
അല്ല അതിപ്പോ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഉണ്ണി. ആ ബ്രോക്കറൊക്കെ എന്തോ കൂടുതൽ കാശ് കിട്ടിയപ്പോ അയാൾ കൊണ്ടുവന്ന് ഇത് അവരെ കൊണ്ട് മേടിപ്പിച്ചു, അത്രേ ഉള്ളൂ. അല്ല ഇപ്പൊ ഈ വീടിന് എന്താ കുഴപ്പം? പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. രാത്രി 12 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഉള്ളിന്ന് ചിലപ്പോ എന്തോ ചെറിയ ശബ്ദം അവിടെ ഇവിടെ ഒക്കെ കേൾക്കാന്ന് പറഞ്ഞിട്ട്. ആ അതിന്റെ ഒരു ഒച്ച. അതെ, അത് കരച്ചില് അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലേ ഉള്ളൂ കരച്ചില്, അതെല്ലാ ദിവസവും ഇല്ലല്ലോ. സത്യമാണോ നിങ്ങൾ പറഞ്ഞത്? പിന്നെ ഞങ്ങൾ എന്തിനാ ചേച്ചി കള്ളം പിന്നെ പറയാം? ചുമ്മാ അതെ, നിങ്ങള് ഞങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മ ചുമ്മാ തന്നെ പോകാൻ പറ. ആരോടും ഉള്ള സത്യം പറയരുത് എന്നുള്ള ഇതാണ്. നിങ്ങൾ കുഴിക്ക്. ഇവിടെ പറ്റില്ല. ഞങ്ങള് ഞങ്ങൾ പോലീസിനെ വിളിക്കും, ഇറങ്ങിക്കേ. പോലീസിനെ വിളിക്കും നിങ്ങൾ. വിളിക്കും. പോലീസിനെ സ്ഥിരമായിട്ട് ഇവിടെ കാവല് നിർത്തിക്കോ, വേണ്ടിവരും. വേണ്ടിവരും, ചെല്ലങ്ങോട്. പിന്നെ രാത്രി ഉണ്ടല്ലോ, രാത്രി 12 മണി കഴിഞ്ഞാൽ ഈ പറമ്പിലോട്ടൊന്നും ഇറങ്ങരുത്. ഇവിടുന്ന് പലതും വന്ന് പറിച്ചെറിയലും. നിങ്ങൾ രാത്രിയിലത്തെ കാര്യമൊന്നും പറയണ്ട, പോയാ മതി. ഇത് ഞങ്ങളുടെ പറമ്പാ. കുഴപ്പമില്ല, ധൈര്യമുള്ള ഈ മോളുള്ളൊന്നും പേടിക്കണ്ട. വരാനുള്ളത് വഴി തങ്ങൂല, അനുഭവിച്ചേ തീരൂ. നമ്മളായിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്റെ നമ്പർ. ഒരാവശ്യമില്ല, പോയാ അങ്ങോട്ട്. നിന്നെ കൊണ്ടുപോയി അടുത്ത ആള് വരണം. വാ, സൂക്ഷിച്ച നല്ലത്. ഓളിയിടുമ്പോണ്ടല്ലോ ഇതിനെ കൂടി കൊണ്ടോ. നോക്കണേ, രാത്രി 12 മണിക്ക് ശേഷം. മോനെ നമുക്ക് പോവാം. വെറുതെ ഇരിക്കും അമ്മ. ഇത് മെല്ലെ വീട്ടിന്റെ ഓടിന്റെ മണ്ടേ വീഴണം. എറിഞ്ഞോ എറിഞ്ഞോ എറിഞ്ഞോ, ചാത്തനേറുള്ളൊന്ന് വരുത്തി തീർക്കാനാ. ഈളം കലക്കി കലക്കി കലക്കി. ഹലോ, അതെ, പുരാവസ്തു വകുപ്പ് ഓഫീസാണ്. ആലപ്പുഴന്നോ? കയ്യോ മുറിച്ചു മാറ്റിയതാണോ? ഈ തലയുടെ ഭാഗം അല്ലെങ്കിൽ കാലിന്റെ ഭാഗം എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? ഈ കിട്ടിയ അവശിഷ്ടമൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് മാറ്റി വെക്കും. ഞങ്ങൾ നാളെ വരാം. ആ ശരി. ആരാ സാർ, ആരനെ കൊന്ന്? ആലപ്പുഴയിൽ ഒരു തെങ്ങിൻ തോപ്പിലേ ഒരു പ്രതിമയുടെ അവശിഷ്ടം കിട്ടി. പ്രതിമ എന്നറിയില്ല, അപ്പൊ അതാ. ഞാൻ ആളെ കൊന്നു വിചാരിച്ചു. ആലാക്ക് അല്ല, അത് കുറെ നേരമായാലും നോക്കണേ. എന്തായി നോക്കണേ? ഇതിന്റെ മുകളിലൊരു 8 വെട്ടട്ടെ. അയാൾക്ക് എനിക്ക് ഇതിനെ കാണാൻ തന്നെ പേടിയാണ്. ഇതട്ട് പോണൂല്ല. അത് രാവിലെ വന്നിരുന്നിട്ട് കണ്ടുപിടിക്കണ ഓരോ സാധനങ്ങള്. അതെന്താ നിങ്ങള് കാരണേ? എന്തേ നേരം വെക്കുമ്പോ അമ്മ കുട്ടി ഉറങ്ങിയതാണല്ലോ. ഇത് കണ്ട ആരായാലും കൊട്ടിപ്പോയില്ല. ഇങ്ങോട്ട് നോക്കിയേ, ഗഡത്തേക്കാ സ്ട്രോങ് ആ. കണ്ട ആ, ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടുള്ള ഒരു കൊടാണ്. കുളത്തിൽ നിന്ന് കിട്ടിയതാണ്. ഒന്ന് പോയിക്കേടാ എങ്ങനെയാണ്. ഏതോ അമ്മച്ചി പൊങ്കാലിട്ടിട്ട് കുളത്തിൽ ഉപേക്ഷിച്ച സാധനം അത്. പൊങ്കാലേ? പിന്നെ അല്ല, ഇപ്പൊ ഏതൊരു പഴയ സാധനം കിട്ടിയാലും അപ്പം പറയും ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് കിട്ടിയതാണ്. ഒരു മുറുക്കാഞ്ചലം കിട്ടിയാലും ഇപ്പൊ ആൾക്കാർക്ക് അതേ പറയുള്ളൂ. വേറെ പണിയൊന്നുമില്ല. ടിപ്പുവിന് അതല്ലേ പണി. ഒരു ബോധമില്ലാത്തവരെ പറഞ്ഞ മാതിരിയാ പറഞ്ഞത്. കുട്ടിയോ കഴിഞ്ഞോ? കുത്തിയല്ലേ? സന്തോഷമായി. എത്ര ബാങ്കിൽ എത്ര ഉണ്ട് ഡെപ്പോസിറ്റ്? എന്തേ? അല്ല അല്ല, ഇത് കൊടുക്കാനുള്ള മുതലുണ്ടോ ചോദിക്ക. അല്ല, അത് നമുക്ക് വേറെ എന്തെങ്കിലും വഴി. എന്ത് വഴിയാണ്? പുരാവസ്തുവാണ്. എന്ത് വഴിന്ന്? പതുക്കെ പറയും. എന്ത് ഞാൻ പതുക്കെ പറയണേ? അല്ല അതെ, ആ നമുക്ക് പകരം ചന്തയെന്ന് പറഞ്ഞ മേടിക്കാം. എന്തെങ്കിലും പറയണ? ഈ ടിപ്പുവിന്റെ കാലത്തുള്ള ഒരു പുരാവസ്തു ചന്തയെന്ന് വാങ്ങ്. അതിന് വേറൊരു വഴിയാ. എന്ത്? നമുക്ക് മുഴുവനായിട്ടൊരു കുടം കിട്ടിയിട്ടില്ല, ഇതിന്റെ അവശിഷ്ടം കിട്ടിയുള്ളൂ എന്ന് പറയാം. എന്താ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ആളല്ലേ നിങ്ങളെ ഈ ജാതി വർത്താനം പറഞ്ഞേ? അല്ല, പറ്റിപ്പോയി. അത് ഇവിടെ എഴുതി വെച്ചേക്കില്ലേ? ഇവിടെ ലഡ്ജറിൽ എഴുതി വെച്ചേക്കാണ്. തിരുത്തി എഴുതി എന്റെ റിപ്പോർട്ട് ആക്കിക്കോളാം.
നിങ്ങളെന്താ ചെയ്തോല്ല ഞെക്കിലായി ബാധകമില്ല കേട്ടോ. ബാധകമില്ല, ബാധകമില്ല. ഒരു കാര്യം പറഞ്ഞോ. അറിഞ്ഞിട്ടില്ല കേട്ടോ. അല്ലല്ല ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെന്താ ചെയ്തോളി. അല്ല ഒന്നാം തരം മുതല് നശിപ്പിച്ച് അത് ഓട്ടം. എന്താ ജാതി അംഗക്കെട്ടുകള് ഹലാക്കല ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട്. സർ, ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. കംപ്ലൈന്റോ? അവിടെ പോയ സാറിന്റെ അടുത്ത് പറഞ്ഞു. എന്തായിരുന്നു? നമസ്കാരം സർ. നമസ്കാരം. എന്റെ പേര് മണ്ടോദരി. ഓ, ഇത് അമ്മ. ആ ശരി. ഞങ്ങള് ഗുജറാത്തിലായിരുന്നു. ഓ, അപ്പൊ അമ്മയ്ക്ക് റിട്ടയർഡ് ആയപ്പോ കുറച്ച് പൈസ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു തറവാട് മേടിച്ചു. അത് ശരി. പക്ഷെ അവിടെ ഇപ്പം താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തേ? ഞങ്ങള് വന്നപ്പോ തുടങ്ങിയതാ സാറേ, അവിടെ പ്രേതമുണ്ട് ഭൂതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു സമാധാനം തരണില്ല നാട്ടുകാര്. അല്ല ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മളതായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും മന്ത്രവാദിനെ ആരെങ്കിലും പോയി കണ്ടോളൂ. ഇത് പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ്. അതല്ല സാറേ, അവിടെ ഏതാണ്ട് നിധി ഉണ്ടെന്നും പറഞ്ഞ എല്ലാവരും വന്ന് കുഴിക്കലും ബഹളവും. നാട്ടുകാർ മൊത്തം ഇപ്പൊ പറമ്പില്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നൊന്ന് കുഴിച്ചു നോക്കിയാ. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പുരാവസ്തു എവിടെയെങ്കിലും കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഒന്ന് ചെന്ന് പരിശോധിച്ച് നോക്കുക, അതിന്റെ പഴക്കമൊക്കെ പരിശോധിക്കുക, അതൊക്കെയാണ് ഞങ്ങളുടെ ജോലി. അല്ല സാറേ, നിധി എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലേ? അല്ല, അപ്പൊ നിങ്ങളുടെ ഈ വളപ്പിൽ നിധി ഉണ്ട് ഇപ്പൊ ഈ നാട്ടുകാർക്ക് എങ്ങനെ അറിയുന്നു? അത് ഇവിടുത്തെ ഏതൊരു രാജാവിന്റെ കാമുകി ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ രാജാവ് കൊടുത്ത ഈ സ്വർണവും സമ്പാദ്യവും ഒക്കെ അവരവിടെ ഏതൊരു സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയണത്. ഏത് രാജാവ്? ചിലപ്പം ടിപ്പു സുൽത്താനാവോ? എന്താ പോയി പൊട്ടിക്കാനാ? സാറേ, ഏത് രാജാവാന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങള് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. ഒന്ന് സമാധാനമായിട്ട് ജീവിക്കണം. എന്താ പേര്? മണ്ടോദരി. മണ്ടോദരി. എന്താ വെച്ചാലേ നമുക്ക് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും നാട്ടുകാർ വന്ന് പറയുമ്പോ ചെന്ന് അന്വേഷിക്കാൻ പറ്റില്ല. ഇത് ഗവൺമെന്റ് സ്ഥാപനമാണ്. ഞങ്ങളൊരു രേഖാമൂലം ഒരു പരാതി തരാം. അല്ല, ഇതിനിപ്പോ ഇവര് ചെയ്യേണ്ട എന്താ വെച്ചാൽ ഞങ്ങളൊരു കാര്യം ചെയ്തോളേ. ഇത് ഈ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ ഇതിന്റെ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പൊ അവര് വന്ന് അവരാണ് ഇപ്പൊ ഈ കുഴിക്കലും തോണ്ടലൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് പെട്ടാണ്. പിന്നെ അവരെന്തെങ്കിലും അറിയിപ്പ് എന്തെങ്കിലും കിട്ടിയിട്ട് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പരിശോധിക്കാനുള്ള ഒരു അധികാരമുള്ളൂ. അല്ല സാറേ, അവരെ ഒന്ന് കുഴിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ നിധി ഞാൻ ഇവിടെ കൊണ്ട് തരാം. അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് കുഴപ്പമില്ല. കുറെ പഴക്കം വരുമ്പോ ശരിയായിക്കോളും. ഞങ്ങൾ അവിടെ പോയി അപേക്ഷ കൊടുക്കണം അതോ? നിങ്ങൾ അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ. നിങ്ങൾ അതിന്റെ ഡീറ്റെയില് നമ്മൾ പുറത്ത് ആളിരിപ്പുണ്ട് അവിടെ കൊടുത്തോളൂ കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൽ അയക്കാം. അപ്പൊ കുറച്ചും കൂടി എളുപ്പമായല്ലോ അത്. ശരി. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഈ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞതാണ്. ഇനി പെട്ടെന്ന് പോയിട്ട് അതിനെ റദ്ദാക്കാൻ വേണ്ടി പറ്റില്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട്? സാറെ പറയണത് മനസ്സിലാകാഞ്ഞിട്ടല്ല. നിങ്ങൾ ഇവിടുന്ന് അനുവദിച്ചതിലും കൂടുതൽ ഏരിയയിൽ അവരത് പൊട്ടിച്ചു കഴിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളതൊന്ന് പരിശോധിക്കട്ടെ. ഈ കരിങ്കൽ കോറിയിൽ വെടിമരുന്ന് വെച്ച് പൊട്ടിക്കാൻ നേരത്ത് പാറച്ചീളുകൾ പറക്കാണ്. അത് വന്ന് ഞങ്ങളുടെ വീട്ടിലും കുട്ടികളുടെ മേത്തും ഒക്കെ വീണ് നാശനഷ്ടം ഉണ്ടായിട്ട് 3-4 കുട്ടികൾ ഇപ്പൊ ആശുപത്രിയിലാണ്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? സുഹൃത്തെ, പാറ പൊട്ടിക്കുമ്പോ പിന്നെ ചിന്നി ചതറാതിരിക്കോ? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികൾ ആ ഏരിയയിലേക്ക് പറഞ്ഞയക്കാതിരിക്കണം. അവര് കുട്ടികളാണ്, അവർക്ക് അറിഞ്ഞൂടാ. അയ്യോ, ഇതെന്തൊരു ന്യായം? ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ജീവിക്കാനും മാർഗമില്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ഈ മലമുട്ടിൽ പോയി താമസിക്കുന്നത് നിങ്ങൾക്ക് കുട്ടനാട്ടിലേക്ക് പോന്നൂടെ? എന്ത് സുഖസുന്ദരമായ കാറ്റും കൊണ്ട് താമസിക്കാം അവിടെ. ഇയാൾക്ക് പ്രാന്താണ് സാറേ. ഞാനൊരു കാര്യം പറയാം. ഇതെന്റെ അവസാനത്തെ വരവാണ്. ഇനി ഞങ്ങൾ ഒന്നും കൂടി വരും എന്റെ നാട്ടിലെ മുഴുവൻ ആളുകളായിട്ട്. ഞാനതൊന്ന് നോക്കട്ടെ, ഒന്നുകൂടെ പരിശോധിക്കട്ടെ. നിങ്ങൾ ചൂടാനല്ലേ ഒരു ചൂടാണേ. നിങ്ങൾക്കൊക്കെ വേറെ മരുന്നുണ്ട്. ആ കോറി പൊട്ടിക്കണ ബോംബുണ്ടെന്ന് ഇവിടെ വെച്ച് പൊട്ടിക്കും ഞാൻ. എന്തിനാ നിങ്ങൾ ഓഫീസിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനാണ്? നമ്മൾ സൗഹൃദത്തിന്റെ രീതിയിൽ പോവുകയാണെങ്കിൽ ഓക്കെ. ഒരു ചായത്തിൽ കുടിച്ചിട്ട് ചായ ഒന്നും വേണ്ട. അതൊക്കെ ചായക്കാശ് കിട്ടിയവര് തമ്മിൽ കുടിച്ചാൽ മതി. ചൂടിലാട്ടോ ചായക്കാശ് കുടിച്ചോരെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെയാണ് ചൂണ്ടിയത്, ഇങ്ങല്ല. ഓമ്പറ്റെ കൊണ്ട് പൊട്ടിക്കും ഇവിടെ. പൊട്ടിക്കണ ദിവസം പറഞ്ഞാൽ തലേന്ന് ലീവാക്കി. പുരാവസ്തു വകുപ്പിൽ നിന്ന് ഇങ്ങോട്ട് മെയിൽ അയച്ചു എന്ന് പറഞ്ഞു. മറ്റേ നിധിയുടെ കാര്യം. സാറേ, സത്യം സാറേ, ആ നിധിന്റെ ആൾക്കാരാണ്. അത് അവര് മെയിൽ അയച്ചതേ ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചിട്ടുണ്ട്. അതെന്താ പറ്റാത്തെ? അതെന്താ പറ്റാത്തതെന്ന് ചോദിച്ചാല് അവരുടെ ജോലി ഞങ്ങൾ ചെയ്യണം. മോളെ, നമ്മളെ ഡിപ്പാർട്ട്മെന്റിന് നിധി കൊച്ചെടുക്കലല്ല പണി.
നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഏതാ, വകുപ്പ് ഏതാന്ന് അറിയും നിങ്ങൾക്ക്? സാറ് നമ്മളെ ഇനി അത് പഠിച്ചിട്ട് മതി. എത്ര കാലായി സാറേ സാറോട് അത് പറഞ്ഞു കൊടുക്കി കിട്ടാണ് പറഞ്ഞു കൊടുക്കി. അത് പറയും അവർക്ക് അല്ലല്ല ഒന്നുകൂടെ പറയും. ഭൂഗർഭ ഭൂഗർഭം ഇങ്ങോട്ട് നോക്കിട്ട് ഭൂഗർഭ ഖനന ഖനനല്ല ഖനന വകുപ്പ്. വകുപ്പല്ല വകുപ്പ്. ഭൂഗർഭ ഖനന വകുപ്പ്. ആ വകുപ്പാണ്. അത് പറയും സാറേ നിങ്ങൾ പഠിപ്പിക്കല് പിന്നെ പഠിപ്പിക്കാം. ഞങ്ങളുടെ കാര്യം എന്താന്ന് വെച്ചാ അല്ല അതിപ്പോ പറഞ്ഞില്ലേ, ഈ വകുപ്പിന്റെ പണിയെല്ലാം നിധി കുഴിച്ചെടുക്കല്. അയ്യോ സാറേ, ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോ പറഞ്ഞത് കുഴിക്കലൊക്കെ നിങ്ങളുടെയാണ്, അവർക്ക് പുരാവസ്തു എടുക്കാനുള്ള. ഇത് നല്ല കൂത്ത്. ഇന്ന് രാവിലെ മറ്റാള് വന്നിട്ട് പറഞ്ഞതല്ലേ അവന്റെ കണക്കിലെന്തോ കിടപ്പുണ്ട്, അത് നമ്മൾ പോയിട്ട് കുഴിച്ചെടുക്കണം. ആ ആളുകളുടെ വിചാരം നമ്മൾ കിണറുടിക്കാരാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ധാതു പരിപാലനം, ധാതു ഖനനം, ധാതു പര്യവേഷണം, ഇതൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ. ഇത് ഭയങ്കര കഷ്ടാണ് കേട്ടോ സാറേ. എന്താ സംശയം? വലിയ കഷ്ടാണ്. പക്ഷെ ചെയ്തു പോകുന്നു മാത്രം. സാറേ ഞങ്ങളിതിപ്പോ എവിടെയാ പോവണ്ടേ? അവിടെ ചിലപ്പോ പറയും ഇങ്ങോട്ട് വരാൻ പറയും, ഇവിടെ ചിലപ്പോ പറയും അങ്ങോട്ട് പോകാൻ പറയും. ഞങ്ങൾ മനുഷ്യരല്ലേ? അതെ, നിങ്ങളെ പറമ്പില് വല്ല എന്തെങ്കിലും ധാതുകൾ, പെട്രോളിയോ ഇരുമ്പയിരോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ നിങ്ങൾ വിളിച്ച് പറയാ, നമ്മൾ വന്ന് നോക്കിക്കോളാം. അതല്ലെങ്കിൽ രത്നങ്ങൾ ഉണ്ടെങ്കിലും പറ. ആ രത്നമുണ്ട്. രക്തമുണ്ടോ? അങ്ങനെ അതേതോ ഒരു രാജാവ് കുറെ രത്നങ്ങൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും പറഞ്ഞാണ് ഈ നാട്ടുകാരൊക്കെ വന്ന് അവിടെ കുഴിക്കണേ. പടച്ച തമ്പുരാനെ, ഏത് രാജാവാ സാറേ ഇത്? ഏത് രാജാവാന്നൊന്നും അറിയില്ല. സാറ് വന്ന് കുഴിച്ച് മുഴുവനും എടുത്തോ, ഞങ്ങക്ക് വേണ്ട. ഞമ്മക്ക് കുഴിക്കാൻ പറ്റൂല. നിങ്ങൾ തൽക്കാലം ഒരു JCB വിളിച്ചിട്ട് ഒന്ന് കുഴിപ്പിച്ചു നോക്കി, ചിലപ്പോ കിട്ടിയാലോ. ഈ JCB ECB എന്ന് പറയാൻ നിൽക്കണേ എന്തിനാണ് സാറേ? അവർക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ലാന്ന്. രത്നങ്ങളാണ്. എന്ത് രത്നങ്ങള്? ഈ സാറിന് താല്പര്യമുണ്ട്, സാറ് വന്ന് കുഴിച്ചെടുത്തോ. അല്ല, എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല മോളെ. അതെ മോളെ നിങ്ങൾ വന്നപ്പോ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല അത് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, പുരാവസ്തു ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലൂ. സാർ എന്നാ നിങ്ങൾ 2 ഡിപ്പാർട്ട്മെന്റും കൂടി ഒരുമിച്ച് അതൊന്ന് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ 2 ഡിപ്പാർട്ട്മെന്റ് ഒരുമിക്കില്ല. ഞങ്ങൾ നല്ല ചർച്ചയിലല്ല. എന്നാ പിന്നെ സാറൊന്ന് അങ്ങോട്ട് വിളിച്ച് പറയും ഇത് ചെയ്യാൻ. ഞാൻ എന്തെങ്കിലും ചെയ്യും കേട്ടോ. ഞാൻ അപ്പൊ സാറിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലാന്ന് പറഞ്ഞില്ലേ? സാറിന് പറ്റോ? പറ്റാണ്ടാ. ആ ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എപ്പോഴും പറയണോ ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എന്തിനാണോ ഇതൊക്കെ ജോലിക്ക് തന്നെ? എന്താ സാർ ഇന്ന് വരുന്നവർ മുഴുവൻ എങ്ങനെയാണല്ലോ? അവളെ ഭദ്രകാളിയായിട്ട് പോയിക്കണം. നേരത്തെ വന്നവൻ അവസ്മാരം പിടിച്ച മാതിരിയാ പോയത്. മറ്റേ JCB കൊണ്ട് മാത്രമെന്നൊക്കെ പറഞ്ഞത് സാറേ രത്നങ്ങളാണ്. പഴയ രാജാവിന്റെ എന്ന് പറയുമ്പോ എമ്മക്കൊക്കെ എന്തും കിട്ടൂ. ഇവിടെ സുഖല്ലേ? ഇവിടെ ഇരുന്നാ പോരെ? ഇവരെ പെരയിടെയെന്നാ പറഞ്ഞിന്. വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് നല്ലൊന്ന് പോയി നോക്കി.